a word for you today. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And that word is something that is very, very, like everybody knows it. ആമേൻ. Very familiar. എല്ലാവർക്കും നല്ല പരിചയമുള്ള നല്ലോണം അറിയാവുന്ന ഒരു വാക്യമാണ്. For those people who attended fasting prayer on Friday. ആമേൻ. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്തവർ. By the way, just to let you know that we have a fasting prayer in church on Fridays too. ആമേൻ. വെള്ളിയാഴ്ചകളിൽ നമ്മുടെ സഭയിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. Just, most of your notice are, silent, so you might not know. So just. പലരും ഈ നോട്ടീസുകളെല്ലാം സൈലന്റ് ആക്കി വെച്ചുകൊണ്ട് ചിലപ്പോൾ അറിഞ്ഞുകൂടാതെ മിസ്സായി പോകും. Because I know so many people sitting at home. ഒരുപാട് പേര് ഭവനത്തിൽ ഇരിക്കുന്നുണ്ട്. And they are expecting Friday also for a live. ആമേൻ. വെള്ളിയാഴ്ച ഒരു ലൈവ് പ്രതീക്ഷിച്ച് അവർ ഭവനത്തിൽ ഇരിക്കുക. But then it's okay. ആമേൻ. കുഴപ്പമില്ല. Okay, you take care of your personal spiritual life. ആമേൻ. നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതം നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. So I started this a small message there. ആമേൻ. അവിടെ ഒരു ചെറിയ സന്ദേശമായി ആരംഭിച്ച ഒരു വസ്തുതയാണിത്. I felt that spirit of the Lord. I was keeping this for some other Sundays. ആമേൻ. വേറെ ഒരു ഞായറാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. But yesterday night the spirit of the Lord again just hovered over me and told me and direct me towards this. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ഇത് ഇന്ന് പ്രസംഗിക്കുവാൻ. So I don't know how much is going to be fit for you, but I truly believe in God's eyes this is very fitting. ആമേൻ. നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനകരമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. I'm going to talk about walking with God. പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു നടപ്പ്. One question. ആമേൻ. ഒരു ക്വിസ് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. Who in the Bible you see that who walked with God? ആരാണ് ദൈവവചനത്തിൽ ദൈവത്തോടൊപ്പം നടന്നത്? Okay, so you all are good. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. You all are passed. ആമേൻ. നിങ്ങൾ എല്ലാവരും ജയിച്ചിരിക്കുന്നു. Okay, so I am going to talk about walking with God. ആമേൻ. ദൈവത്തോടൊപ്പം നടക്കുന്നതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ For a ആഗ്രഹിക്കുന്നു. long time when I was thinking about Enoch. ആമേൻ. ഹാനോക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് നാൾ ചിന്തിച്ചപ്പോൾ I always thought like how he walked with God. എങ്ങനെയാണ് ഈ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നത്? My first picture was if this is God. ആമേൻ. എൻ്റെ ആദ്യത്തെ ചിത്രം ഇത് ദൈവമാണെങ്കിൽ Then God is walking and the Hanok is walking like ആമേൻ. this. ദൈവം നടക്കുന്നു, ഒപ്പം ഹാനോക്കും അതുപോലെ നടക്കുന്നു. So I think and Bible says for 300 years. ആമേൻ. വചനം പറയുന്നു 300 വർഷക്കാലം Enoch walked with God. ഹാനോക്ക് ഇതാ ദൈവത്തോടൊപ്പം നടന്നു. That was my picture for a long time. ഒരുപാട് നാൾ എൻ്റെ ചിത്രം അപ്രകാരമായിരുന്നു. How about you? നിങ്ങൾ എങ്ങനെയാ ചിത്രീകരിച്ചേ? The same or you were different? ഇതുപോലെയായിരുന്നോ അതോ വ്യത്യസ്ത രീതിയിലായിരുന്നോ? Different. Some of you were different. Well, I was very ignorant. I was like this. എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതുപോലെയായിരുന്നു. I was never different. ആമേൻ. ഞാൻ ഒട്ടും വ്യത്യസ്ത I രീതിയിൽ just ചിന്തിച്ചില്ല. thought 300 years this man, how could this man just walk with God? 300 വർഷക്കാലം എങ്ങനെ ഈ വ്യക്തി ദൈവത്തോടൊപ്പം നടന്നു? Then started meditating on this. എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കുകയായി. Recently Spirit of the Lord explored something to me. ആമേൻ. ഈ അടുത്തിടെ ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് കാണിക്കുവാനിടയായി. And that too in Old Testament, right? അതും പഴയ നിയമത്തിൽ. So how in New Testament that applies to me? ഈ പുതിയ നിയമത്തിൽ എപ്രകാരം ഇത് എനിക്ക് പ്രാഗൽഭ്യമാകാം? Can we walk like Enoch with God? ആമേൻ. ഇന്ന് ഹാനോക്കിനെ പോലെ നമുക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയുമോ? Very good. ആമേൻ. Praise God. For 300 years? ആമേൻ. 300 വർഷക്കാലം. Is there anybody saying yes? അതിനാരെങ്കിലും യെസ് At പറയുമോ? least whatever is left, right? Let's go with that. So Genesis chapter 5 verse 24. ഉൽപ്പത്തി പുസ്തകം 5:24 And വാക്യം. let's read loud. If you all know English, please read it loud. ഉറക്കെ Enoch ചേർന്ന് വായിക്കാം. walked with God and he was not, for God took him. If we can go with 18, 19, sorry. സംവത്സരം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരെദിന്റെ ആയുഷ്കാലം ആകെ Somebody be ready with English also, okay? യാരെദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. Okay. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Okay. അടുത്ത കഴിഞ്ഞു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലഹിനെ ജനിപ്പിച്ചു. I want you to bring this up on screen also, right? 1920 onwards. Yeah, അടുത്തത്. മെഥുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും. അപ്പോൾ ദൈവത്തോട് കൂടെ എത്ര സംവത്സരം നടന്നു? 300. അടുത്തത്. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ജനിപ്പിക്കുകയും ചെയ്തു. Okay, let's go in English. Going back 1920.
And Jared lived 162 years, and he begat Enoch. And Jared lived after he begat Enoch 800 years, and begat sons and daughters. And all the days of Jared were 962 years, and he died. And Enoch lived 65 years, and begat Methuselah. So Enoch lived first 65 years, and he gave birth to whom? Methuselah. Methuselah. So that means he was a family man, അമേൻ. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് തനിക്കൊരു കുടുംബമുണ്ടായിരുന്നു. right? ആമേൻ. Definitely he got a wife, ആമേൻ. തീർച്ചയായിട്ടും ഒരു ഭാര്യ ഉണ്ടായിരുന്നു. and that's how he got a son, അതുകൊണ്ടാണ് ഒരു മകനെ ലഭിച്ചത്, Methuselah. മെതുസല എന്ന് പറയുന്നത്. Okay, and that was at the age of 65. What was the age? I want you to have this maths, ആമേൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, 65-ാമത്തെ വയസ്സ്. right? And after 65 years, what's the next verse? Amen. Verse 22. And Enoch walked with God after he begat Methuselah 300 years, and begat sons and daughters. So after giving birth to Methuselah, he walked with God for how many years? 300 years. So probably it started at the age of 65. 65-ാമത്തെ വയസ്സിലായിരിക്കും താൻ ആരംഭിച്ചത്. After giving birth to Methuselah, മെതുസലയ്ക്ക് ജന്മം കൊടുത്തതിനു ശേഷം something happened. അതിനുശേഷം എന്തോ സംഭവിച്ചു. Because Bible have no story about it. കാരണം വചനത്തിൽ അതിനെക്കുറിച്ച് ചരിത്രമൊന്നും And then പറയുന്നില്ല. he walked 300 years. അതിനുശേഷം അടുത്ത 300 വർഷക്കാലം So നടക്കുവാനിടയായി. as per my picture, എന്റെ ചിത്രം അനുസരിച്ച് if they are walking like this, അവർ ഇപ്രകാരം നടക്കുമെങ്കിൽ, in between this, അമേൻ, ഇതിന്റെ ഇടയിൽ Bible says വചനം പറയുന്നു, they have sons and daughters. അമേൻ, മറ്റ് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുവാനിടയായി. But still he is walking with God. എങ്കിലും ഇതാ ദൈവത്തോടൊപ്പം നടക്കുകയാണ്. But he has sons. അതിനോടൊപ്പം തന്നെ ഇതാ മറ്റ് He പുത്രന്മാരും has പുത്രിമാരും daughters. മറ്റ് പുത്രിമാരും But ഉണ്ടാകുന്നു. then still walking is continuing. അവൻ ആ സമയത്തും ഇതാ ദൈവത്തോടൊപ്പം നടക്കുകയാണ്. I don't know what God thought. അവൻ ദൈവം എന്ത് ചിന്തിച്ചു എന്ന് എനിക്കറിയില്ല. This guy is walking with me ഈ വ്യക്തി എന്നോടൊപ്പം നടക്കുന്നുണ്ട്, and still producing sons and daughters. അതേ സമയത്ത് ഇതാ മറ്റ് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുന്നു. 300 years and God said it's too much, man. അവൻ 300 വർഷക്കാലം നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇതാ ഒരുപാട് നാളായി, Now come up with me. അവൻ ഇനി എന്നോടൊപ്പം വരിക. Bible says he was seen no more. അവൻ വചനം പറയുന്നത് പിന്നെ ആരും തന്നെ കണ്ടില്ല. What is this walking with God? എന്താണ് ഈ ദൈവത്തോടൊപ്പം നടക്കുക എന്ന് A പറയുന്നത്? family man ഒരു കുടുംബസ്ഥനായ who ഒരു has വ്യക്തി, sons and daughters. ഇതാ പുത്രന്മാരും പുത്രിമാരുമുള്ള ഒരു Can വ്യക്തി, someone like this walk with God? ഇപ്രകാരമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയുമോ? And walking is also something very different. അവൻ നടക്കുന്നതും വളരെ വ്യത്യസ്തമാണ്. For 300 years. ഇതാ 300 വർഷക്കാലം. And then God translated him from this life to a next life. എന്നിട്ട് ദൈവം ഈ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് തന്നെ രൂപാന്തരപ്പെടുത്തുവാനിടയായി. So this verse, Bible don't talk a lot of details about Enoch. ആമേൻ. ഹാനോക്കിനെ കുറിച്ച് മറ്റ് വലിയ കാര്യങ്ങളൊന്നും വചനത്തിൽ നാം കാണുന്നില്ല. Only 3 words in Bible. വചനത്തിൽ 3 വാക്യം മാത്രമേ ഉള്ളൂ. Volumes of message. ആമേൻ. ഇതാ വോളിയമായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. 3 words. ഈ 3 വാക്യത്തിൽ Volumes of message. ഒരുപാട് സന്ദേശങ്ങളുണ്ട്. So I want to bring this man and considering this man in New Testament, can we live like that? ആമേൻ. ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഇതുപോലെ ജീവിക്കാൻ See, കഴിയുമോ? Enoch lived in a time where Jesus was not crucified, he was not buried yet, he was not resurrected. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതിന് മുമ്പേ, വളരെ മുമ്പേ ജീവിച്ച ഒരു വ്യക്തിയാണ് ഹാനോക്ക്. Enoch has not seen the day of Pentecost. ആമേൻ. പെന്തക്കോസ്ത് ദിനം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഹാനോക്ക്. He doesn't know Christ. ക്രിസ്തുവിനെ അറിയില്ല, He doesn't know Holy Spirit, പരിശുദ്ധാത്മാവിനെ അറിയില്ല. but he still walked with God. എങ്കിലും ദൈവത്തോടൊപ്പം നടന്ന ഒരു വ്യക്തിയാണ്. Now we live in a country or in a place ആമേൻ. നാം ജീവിക്കുന്ന ഈ ഒരു ദേശം, or even an age ആമേൻ, ഈ ഒരു കാലഘട്ടത്തിൽ, where we have double benefit. ആമേൻ, ഇപ്പോൾ നമുക്ക് 2 ഗുണങ്ങളുണ്ട്. We have Jesus Christ who died for us, നമുക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവായ who യേശുക്രിസ്തു resurrected for us, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, who promised Holy Spirit, and that Holy Spirit is right inside us, വാഗ്ദത്തമായി പരിശുദ്ധാത്മാവിനെ പറഞ്ഞു, അത് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. with so much of support. ഇതുപോലെ ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ട്. Are we still able to walk with God? എന്നിട്ടും നമുക്ക് ദൈവത്തോടൊപ്പം നടക്കുവാൻ So I കഴിയും. want you all to have an undivided attention അതുകൊണ്ട് towards വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇത് കേൾക്കണം. this. Okay, can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Are you with me? എന്നോടൊപ്പം ഉണ്ടോ? All right, let's Amen. go. Let's go run through this. നമുക്ക് ഇതിൽ കൂടെ വേഗത്തിൽ ചിന്തിക്കാം. So number 1 thing is Enoch walked with God. ഒന്നാമതായി ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. The Hebrew word walk over here, ആമേൻ. ഇവിടെ നടന്നു എന്ന് പറയുന്നതിന്റെ ഹെബ്രായ പദം, there are 4 implications. അതിൽ 4 അർത്ഥങ്ങളുണ്ട്. Number 1, ഒന്നാമത്തെ അർത്ഥം, the first is you're walking and you're moving in a divine
direction. ആമേൻ. ഒന്നാമത്തെ അതിന്റെ അർത്ഥം ദൈവികമായ ദിശയിൽ നടക്കുകയാണ്. I want to let everybody know. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ. By faith we all are saved. ആമേൻ. വിശ്വാസം മുഖാന്തരം നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടു. Jesus Christ is our savior. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. Now, how many of you can say yes, Jesus is my savior? ആമേൻ. എൻ്റെ രക്ഷിതാവ് കർത്താവാണെന്ന് പറയുന്ന എത്ര So പേരുണ്ട്? your journey begins from there. അവിടെ നിന്ന് നിങ്ങളുടെ യാത്ര ആരംഭിച്ചു. Walk with God begins there. അവിടെ നിങ്ങൾ ദൈവത്തോടൊപ്പമുള്ള നടപ്പ് ആരംഭിച്ചു. And remember, because of Christ you are saved. ക്രിസ്തു മുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായി. I am righteous. ഞാൻ നീതീകരിക്കപ്പെട്ടു. I am holy. ഞാൻ ഇപ്പോൾ Because വിശുദ്ധീകരിക്കപ്പെട്ടു. Christ is holy. കാരണം ക്രിസ്തു Because of വിശുദ്ധനായതുകൊണ്ട്. the work of Jesus Christ on the cross, ആമേൻ. കാൽവരി ക്രൂശിൽ കർത്താവ് നിറവേറ്റിയ പ്രവൃത്തി I am മുഖാന്തരം righteous. ഞാൻ So നീതീകരിക്കപ്പെടുവാനിടയായി. everybody who have this confidence ആമേൻ. ഈ ഒരു ഉറപ്പുള്ള എല്ലാവരും that you are righteous, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്ന് would you lift your hands? നിങ്ങൾക്ക് ആ കരങ്ങൾ ഉയർത്തി ഒന്ന് You know പറയുമോ? why I say this? ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? I feel like every day I need to remind my church, ഇത് എല്ലാ ദിവസവും സമയം ഓർമ്മിപ്പിക്കേണ്ട you are ആവശ്യമാണ്. not righteous because of your performance. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മുഖാന്തരമല്ല നിങ്ങൾ You are righteous because of faith in Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം Come on, മുഖാന്തരമാണ് everybody who believes say നീതീകരിക്കപ്പെടുന്നത്. amen. അതിനോട് ആമേൻ പറയുന്ന എത്ര And പേരുണ്ട്? if there is any doubt inside you, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ cast that doubt right now in the name ആ of Jesus. സംശയത്തെ യേശുവിൻ നാമത്തിൽ പുറത്താക്കുക. You need to say boldly, I am righteous because of Jesus. ധൈര്യത്തോടെ നിങ്ങൾ പറയുവാൻ കഴിയണം, ഞാൻ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തു So as മുഖാന്തരമാണ്. you walk, നിങ്ങൾ നടക്കുമ്പോൾ when you walk, the first thing is ഒന്നാമതായി സംഭവിക്കുന്നത് you are moving in a divine direction. നിങ്ങൾ ആ ദൈവികമായ ദിശയിലേക്കാണ് നടക്കുന്നത്. I am not setting my foot. ഞാനല്ല എന്റെ ചുവടുകൾ I വെക്കുന്നത്. am not setting my stage. ഞാനല്ല എന്റെ സ്ഥലങ്ങൾ ഞാൻ തീരുമാനിക്കുന്നത്. God decides പക്ഷെ that. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. Will God do this in New Testament? ആമേൻ. ഇത് പുതിയ നിയമത്തിൽ ദൈവം ചെയ്യുമോ? Yes, absolutely. തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യും. If God can lead Abraham ദൈവത്തിന് ഒരു അബ്രഹാമിനെ to ആവശ്യമുണ്ടെങ്കിൽ a place which he has not seen, അവൻ കണ്ടിട്ടില്ലാത്തൊരു ദേശമാണ്, which he has not heard, താൻ കേട്ടിട്ട് പോലുമില്ല. if God can do to Abraham, അബ്രഹാമിനോട് ദൈവം അത് if he ചെയ്യാമെങ്കിൽ, did to Isaac, ഇസഹാക്കിനോട് അത് if ചെയ്യാമെങ്കിൽ, he did to Jacob, അത് യാക്കോബിനോട് if ചെയ്യാമെങ്കിൽ, he did to Joseph, അത് യോസേഫിനോട് if he ചെയ്യാമെങ്കിൽ, did to Moses, അത് മോശയോട് ചെയ്യാമെങ്കിൽ, if he did to Noah, അത് നോഹയോട് if he ചെയ്യാമെങ്കിൽ, did to Elijah, അത് എലിയാവിനോട് ചെയ്യാമെങ്കിൽ, in New Testament, പുതിയ നിയമത്തിൽ God directed Paul. അവൻ പൗലോസിനെ ദൈവം നയിക്കുവാനിടയായി. Paul was going in a different direction. പൗലോസ് മറ്റൊരു ദിശയിലേക്കായിരുന്നു For സഞ്ചരിച്ചത്. the first time of missionary work, he was attaining to go to Jews. അവൻ ഒന്നാമത്തെ മിഷനറി യാത്രയിൽ താൻ യഹൂദന്മാരെ നിയന്ത്രിച്ചാണ് പോയത്. Because he was a Jew, കാരണം താൻ ഒരു യഹൂദനാണ്. he wants Jews to be saved. അതുപോലെ യഹൂദന്മാരും രക്ഷിക്കപ്പെടണമെന്ന് So first ആഗ്രഹമുണ്ട്. missionary journey he is going towards Jews. അതുകൊണ്ട് ഒന്നാമത്തെ മിഷനറി ജേണി താൻ യഹൂദന്മാരെ ലക്ഷ്യമിട്ട് But യാത്ര one ചെയ്തു. thing was good. പക്ഷേ ഒരു കാര്യം He നല്ലതായിരുന്നു. was walking with God. പക്ഷേ താൻ ദൈവത്തോടൊപ്പം You know what നടക്കുകയായിരുന്നു. happened? എന്താ സംഭവിച്ചെന്നറിയാമോ? During the second missionary journey, രണ്ടാമത്തെ മിഷനറി ജേർണിയിൽ again he stepped up with God. അവൻ വീണ്ടും ദൈവവുമായി യാത്ര ആരംഭിച്ചു. But he didn't know where to go. അവൻ എവിടേക്ക് പോകണമെന്നറിയില്ല. He was going to, again, Jewish places. വീണ്ടും യഹൂദന്മാർ എവിടാണോ പാർത്ത അവിടേക്ക് യാത്ര ചെയ്യാൻ But തീരുമാനിച്ചു. one night, പക്ഷേ ഒരു രാത്രിയിൽ God appeared. ദൈവം പ്രത്യക്ഷനായി. God says, ദൈവം പറഞ്ഞു, your direction is not to any other place. അവൻ മറ്റു ഒരിടത്തേക്കുമല്ല നിന്റെ ദിശ. Your direction is go to Macedonia. ഇനി മക്കെദോനിയയിലേക്ക് നീ യാത്ര ചെയ്യുക. I want to let your church know, സഭയെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. when you start walking with God, നാം ഈ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, and when you don't know how to go, ഇനി എവിടേക്ക് പോകണമെന്ന് അറിയാതിരിക്കുമ്പോൾ, you are still deciding. നിങ്ങൾ ഇപ്പോഴും You are still ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. waiting for a direction. ഇപ്പോഴും നിങ്ങൾ ആ ദിശയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Count this unto God, ആമേൻ. ഇത് ദൈവത്തെ മുറുകെ that പിടിച്ച് He ആശ്രയിച്ച് will പറയുക. direct your steps. ആമേൻ. നമ്മുടെ ചുവടുകളെ നിയന്ത്രിക്കുന്ന When you ദൈവമാണ്. have multiple options നിങ്ങൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ and എടുക്കണ്ടപ്പോൾ, you are confused, ഇതിൽ ഏത് ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് you have a സംശയിക്കുമ്പോൾ, four-way cross ആമേൻ, നിങ്ങൾ ഒരു നാൽക്കവലിൽ നിൽക്കുമ്പോൾ, and you don't know what to do. ഇതിലെ എവിടുന്ന് തിരിയണം? I want to let you know one ഒരു thing. കാര്യം ഞാൻ വിളിച്ചു The പറയട്ടെ. Spirit of the Lord is speaking to somebody who is standing right now in a way cross. ആമേൻ. എവിടോ നാൽക്കവലിൽ മുട്ടു നിൽക്കുന്ന ഏതോ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് There സംസാരിക്കുന്നു. are multiple people sitting ആമേൻ. here ഇവിടെ പലരും അപ്രകാരം ഇരിപ്പുണ്ട്. waiting for a direction, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ, waiting for a leading. ആമേൻ, ഒരു നയിക്കുന്നതിന് വേണ്ടി I want നിൽക്കുന്നു. you to call upon God. നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് Say, വിളിച്ചപേക്ഷിക്കുക. I walk with God. ആമേൻ. ദൈവത്തോടൊപ്പം Come നടക്കാൻ on, lift your voice തീരുമാനിക്കുക. and call upon ആ God. ശബ്ദമുയർത്തി ദൈവത്തെ വിളിക്കുക. Say that I'm waiting for you. ദൈവമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി And I കാത്തിരിക്കുന്നു. want
to tell you, ആമേൻ ഞാൻ ഒരു കാര്യം വിളിച്ചു He will പറയട്ടെ close those 3 options for ആമേൻ you. മറ്റ് 3 അവസരങ്ങളും ദൈവം And അടയ്ക്കും He will just opt one option for you. ആമേൻ അതിൽ ഏതാണോ ശരി അത് തുറന്നു That is the തരും leading of Lord. അത് അപ്രകാരമാണ് ദൈവം That is one നയിക്കുന്നത് way of leading. അപ്രകാരമാണ് ഒരു രീതി Second way of leading. ആമേൻ ദൈവം നയിക്കുന്നതിന്റെ രണ്ടാമത്തെ You heard പ്രത്യേകത what Riju said. ആമേൻ ഋജു ബ്രദർ പറഞ്ഞു നിങ്ങൾ കേട്ടു He went through a serious heart problem. ആമേൻ വളരെ ഗൗരവകരമായ ഒരു ഹൃദയ പ്രശ്നം Nobody knew in the house. ആമേൻ ഭവനത്തിൽ ആരും അതറിഞ്ഞില്ല Nobody knew in the house. ആരും അതറിഞ്ഞില്ല And God opened Litty's eye to see a vision. ആമേൻ ഒരു ദർശനം കാണുവാൻ പ്രിയ ലിറ്റ് സിസ്റ്ററിന്റെ She കണ്ണുകളെ saw a ദൈവം dream. പ്രകാശിപ്പിച്ചു. She saw a dream. ഒരു ദർശനം ഒരു സ്വപ്നം കാണുവാനിടയായി Exactly what was the issue. എന്താണ് യഥാർത്ഥമായ പ്രശ്നം അത് കാണിച്ചു കൊടുക്കാനിടയായി Just based on this dream, ആമേൻ ആ ഒരു സ്വപ്നത്തെ മുറുകെ പിടിച്ച് she took Riju to hospital ആ ഋജു ബ്രദറിനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനിടയായി where there was no known issues. ആമേൻ ഒന്നും അറിയപ്പെട്ട രീതിയിൽ ഒരു And അസുഖമില്ലായിരുന്നു exactly the diagnosis that she saw in her dream. ആമേൻ സ്വപ്നത്തിൽ കണ്ട അതേ പ്രശ്നം Doctor said after the whole test. ആമേൻ ടെസ്റ്റുകളെല്ലാം ചെയ്തതിനു ശേഷം ഡോക്ടറും Our അത് God is still in the business. ഇന്നും ദൈവം അതേ പ്രവൃത്തി That is what the divine leading is. ആമേൻ അതാണ് ദൈവികമായ It's not just for Litty. ആമേൻ ഇത് ലിറ്റ് സിസ്റ്ററിന് It's മാത്രമല്ല not just for Jacob. ആമേൻ അത് യാക്കോബിന് It's not just മാത്രമല്ല for Paul. അത് പൗലോസിന് It's മാത്രമല്ല for us all. നമുക്ക് ഓരോരുത്തർക്കും Somebody need to trust that today. എത്ര പേർക്ക് ഇന്ന് അത് ആശ്രയിക്കുവാൻ When He കഴിയും closes one door, ആമേൻ ഒരു വാതിൽ ദൈവം അടയ്ക്കുമ്പോൾ don't get discouraged. ആമേൻ അതിൽ പ്രയാസപ്പെടരുത് When He close all your options, ആമേൻ സകല ഓപ്ഷൻസും don't get discouraged. അവിടെ പ്രയാസപ്പെട്ടു പോകരുത് This is one way of Lord saying, ആമേൻ ഇപ്രകാരം ദൈവം hey, പറയുകയാണ് that is not my leading. ആമേൻ അതല്ല ഞാൻ നയിക്കുന്ന That is വഴികൾ not my leading. അതല്ല ഞാൻ നയിക്കുന്ന വഴികൾ And you will be squeezed to one way. ആമേൻ ഏതോ ഒരു വഴിയിലേക്ക് ദൈവം നമ്മളെ And that God കൊണ്ടെത്തിക്കും. says, എന്നിട്ട് ദൈവം പറയും This is where I want you to be. ഇതിലെ ആകുന്നു നീ Hey, പോകേണ്ടത് somebody, are you understanding this എത്ര now? പേർക്ക് മനസ്സിലാകുന്നുണ്ട് Hallelujah. Hallelujah. ചില വാതിലുകൾ അടഞ്ഞു പോകുമ്പോൾ ആമേൻ when certain doors shut before you അറിയാതിരുന്നിട്ട് ചില വാതിലുകൾ അടയുമ്പോൾ ആമേൻ unknowingly unfortunately certain doors close അറിയാതെ before ചില you വാതിലുകൾ തുറന്നു കിട്ടുമ്പോൾ and unfortunately when certain doors open before ദൈവത്തിന്റെ you ആത്മാവ് ഇങ്ങനെ പറയുന്നു, Holy Spirit wants to say നിന്റെ this കാൽ ചുവടുകൾ എവിടെ വെക്കണം എന്ന് ഞാൻ നന്നായി അറിയും. നിന്നെ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല, വീഴുവാൻ ഞാൻ അനുവദിക്കത്തില്ല, നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവം ഞാൻ അത്രേ. വിശ്വസിക്കുന്ന ജനം ആ കരങ്ങൾ തട്ടി ദൈവത്തെ അന്യഭാഷകളിൽ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Amen. I will not let your foot to be stumbled. I will guide your steps. And if you believe that, give the Lord a mighty shout of praise. Hallelujah. Hallelujah. Can we give a big hand to Lord? Come on, let's worship the name of the Lord. Right now the leading of the Lord may come. Right now the divine revelation may come. Say, God, I am okay to close some doors. If you have multiple options, say to God, I will not be mad when you close that door. Somebody need to say that to the Lord. Lord, I will not be mad. It's better for me not to go where you don't come with me. Can I get some good amen? Can I get some good amen? Lord, it's okay. No, I can walk anywhere. But if you are not walking with me, no matter where I go, I will be zero. ഞാനൊരു ശൂന്യമായി മാറും. Oh, I will be empty. ഒന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ? Can we just say that to the Lord, Lord? lead me your way. ദൈവമേ അങ്ങയുടെ വഴിയിലേക്ക് ഒന്ന് എന്നെ സ്തോത്രം ചെയ്യാൻ നയിക്കണമേ. പറ്റുന്ന ദൈവമക്കളെ ദൈവത്തെ Can സ്തോത്രം we just ചെയ്യാമോ? praise God? Hallelujah. Hallelujah. I also want to tell you, ഒരു കാര്യം കൂടി ഞാൻ വിളിച്ചു പറയട്ടെ. when you have multiple friends, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളപ്പോൾ if you have some friends that is taking away from spiritual life, നിങ്ങളെ ആത്മീക ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് മാറ്റുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ God will show you some signs. ആമേൻ ദൈവം ചില ലക്ഷണങ്ങൾ നിങ്ങളെ കാണിക്കുവാനിടയാകും. It is better to leave when God asks you to leave. ആമേൻ ദൈവം വിടാൻ പറയുമ്പോൾ വിടുന്നതാണ് ഏറ്റവും ഉത്തമമായത്. You don't need a friend or a family who jeopardize your spiritual life. നമ്മുടെ ആത്മീക ജീവിതം പോലും തകിടം മറിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധവും നമുക്ക് വേണ്ട. You need that? ആമേൻ അത് നമുക്ക് വേണോ? ആമേൻ ഹല്ലേലൂയ. You don't need that. നമുക്കത് ഒരിക്കലും ആവശ്യമില്ല. And I want to tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ചില signs ദൈവം കാണിക്കും. God will show you certain signs. Cut off ചെയ്യുന്ന. Amen. To cut it off. Because that is affecting your spiritual life. Amen. അത് നമ്മുടെ ആത്മീക ജീവിതത്തെ So അത് when affect God ചെയ്യുന്നുണ്ട്. does that, ദൈവം അത് മുറിച്ചു മാറ്റുമ്പോൾ go with that. ആമേൻ അതിനോടൊപ്പം Can I get a good amen? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? Don't keep alive something that God has killed. അവൻ ദൈവം മരിപ്പിച്ചതിനെ നാം ജീവനോടെ നിന്നും കാത്തു സൂക്ഷിക്കരുത്. Let me repeat it again. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ. Don't keep alive
something that God has already killed. ദൈവം മരിപ്പിച്ചതിനെ, ദൈവം കൊന്നുകളഞ്ഞതിനെ ഇന്നും നാം ജീവനോടെ കാത്തു സൂക്ഷിക്കരുത്. Do you remember David? ആമേൻ. നാം ദാവീദിനെ നമുക്കറിയാം. He got an illegal son. ആമേൻ. ഇതാ ഒരു ഇല്ലീഗലായിട്ട് ഒരു മകനുണ്ടായി. Right? He wanted that son to live. ആമേൻ. ആ മകൻ ജീവിക്കണമെന്ന് fasted, he prayed. അതിനുവേണ്ടി ഉപവസിച്ചു, He പ്രാർത്ഥിച്ചു. said, it's my sin. ആമേൻ. എന്റെ പാപമല്ലയോ എന്ന് Oh, പറഞ്ഞു. you can do it on me. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു But എന്ന് don't പറഞ്ഞു. kill the son. പക്ഷേ എന്റെ മകനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. But God, in his foreknowledge, ദൈവം തന്റെ മുൻനിർണയ പ്രകാരം God understood. ദൈവത്തിന് മനസ്സിലായി. Out of the lineage of David, ആമേൻ. ദാവീദിന്റെ ആഗ്രഹത്തിൽ a Messiah has to come. ആമേൻ ഒരു മശിഹ വരേണ്ട ആവശ്യമാണ്. Something has to die so that something else will come. ആമേൻ. ചിലതൊക്കെ മരിച്ചാലേ ചിലതൊക്കെ വരുവാൻ കഴിയത്തുള്ളൂ. ചില വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ, ആമേൻ. For certain promises to be fulfilled. നാളുകളായി കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ, For certain promises to be fulfilled. ദൈവം കൊല്ലുന്ന ചിലതിനെ ജീവിപ്പിക്കാൻ നോക്കുക. Amen. Never try to resurrect things that God has Can I already get killed. some good amen? Amen. നല്ലൊരു ആമേൻ പറയുവാൻ I കഴിയുമോ? speak in Revelation, and those who have the revelation may understand it in Revelation. ആമേൻ. ഞാൻ വെളിപ്പാട് മുഖേനയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. തിരിച്ചറിയാൻ പറ്റുന്നവർ ദൈവത്തെ Can I മഹത്വപ്പെടുത്തട്ടെ. see some hands here? അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ Can you കഴിയുമോ? thank God if God is speaking to you? ആമേൻ. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് God മനസ്സിലാകുന്ന ദൈവത്തെ has മഹത്വപ്പെടുത്താൻ shown കഴിയുമോ? multiple signs. ആമേൻ. പല ലക്ഷണങ്ങൾ ദൈവം കാണിച്ചു. Some of those ways that you're going, ആമേൻ. ചില വഴിയിൽ കൂടി നിങ്ങൾ some of സഞ്ചരിക്കുന്നത്, those options that you're taking, നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, it is not helping you spiritually. ആമേൻ, നിങ്ങളെ ആത്മീകമായി നിങ്ങളെ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നില്ല. It's not at all helping you to grow spiritually. നിങ്ങളെ ആത്മീകമായി വളർത്തുവാൻ ഒരിക്കലും സഹായിക്കുന്നില്ല. And God is closing it in front of you. നിങ്ങളുടെ കൺമുമ്പാകെ തന്നെ ദൈവം അത് അടയ്ക്കുകയാണ്. എന്നിട്ട് പോലും ആ വാതിലിനെ തുറന്ന് വെച്ച്, I mean, still, if you wide open those doors, ഒരു കാര്യം ശ്രദ്ധിക്കുക, you need to think carefully. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, There is a promise over you. നിന്റെ മേലൊരു അനുഗ്രഹമുണ്ട്. I mean, there is a blessing that is over അത് you. നിന്റെ കൈ വരാൻ അത്രയും താമസമായിരിക്കും. I mean, it will still delay for that you to receive it. Can I get some good amen? I mean, നല്ലൊരു ആമേൻ കേൾക്കാമോ? My message is not, that is not my message. I mean, അതല്ല എൻ്റെ സന്ദേശം. But shall the Spirit of the Lord is leading me towards that. അതിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുകയാണ്. എന്റെ skeleton system ഇതല്ല ഇത്. I mean, this is not even my message. But I want to challenge somebody here. പക്ഷേ ഇവിടെ ഉള്ള ചിലരോട് ഞാൻ വെല്ലുവിളിച്ച് Kids and ചോദിച്ചോട്ടെ. youths, I want to challenge you. I mean, ചില യൗവനക്കാരോട് ഞാൻ പറയട്ടെ. Can we say yes to Lord I mean, ദൈവത്തോട് അതെ എന്ന് പറയുവാൻ നമുക്ക് when കഴിയും. He closes certain options? ചില ഓപ്ഷനുകൾ ദൈവം നമ്മുടെ കൺമുമ്പാകെ അടയ്ക്കുമ്പോൾ, Hello? ആമേൻ, ചിലപ്പോൾ ജോലിയായിരിക്കും കേട്ടോ. maybe it might be a work. God will just close it. ആമേൻ, ദൈവം ചിലപ്പോൾ അത് അടച്ചു മാറ്റിയെന്ന് വരാം. എന്താണെന്നറിയാമോ? Do you know why? നീ എത്തന്റെ പീക്ക് വരെ നീ എത്തിക്കഴിഞ്ഞു. I mean, you have reached the peak of where you are. അടുത്ത ലെവലിലേക്ക് മാറണമെങ്കിൽ I mean, if you have to step to the next level, there should be a closure for something and there should be a newness for something. ചിലതൊക്കെ അടച്ചാൽ മാത്രമേ ചില പുതിയതൊന്ന് തുറന്നു വരുവാൻ കഴിയുള്ളൂ. ചില ബാഡ് റിപ്പോർട്ട്സ് കേൾക്കുമ്പോൾ, When you hear certain bad reports, it's not to destroy you. അത് നിങ്ങളെ തകർക്കുവാനല്ല. Bad reports are not to destroy you. ആമേൻ, അത് നിങ്ങളെ മുടിക്കുവാനുമല്ല. It is just simple one word. ആമേൻ, ഒരേ ഒരു വാക്കിൽ പറയുകയാണ്, It's a new chapter of your ഇതാ life. നിന്റെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം It's a new chapter of your life. ഇതാ ഒരു പുതിയ അധ്യായം Can I see ആരംഭിക്കുകയാണ്. somebody here ആമേൻ, എത്ര പേർക്ക് അത് പറയുവാൻ asking for കഴിയും? divine revelation, ആമേൻ, ചില ദൈവികമായ asking for വെളിപ്പാടുകൾ, divine direction? ചില പുതിയ വഴികൾ. Some ministers, I want to tell you, ചില ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ, yes, God has a ministry for you. നിങ്ങൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ദൈവം You ഒരുക്കിയിട്ടുണ്ട്. are not called in vain. ആമേൻ, നിങ്ങളെ വിളിച്ചത് വെറുതെയല്ല. Yes, every department heads, ആമേൻ, ഓരോ ഡിപ്പാർട്ട്മെന്റ്, every church member, ആമേൻ, ഓരോ you ദൈവവിശ്വാസികളും all are called for something. നിങ്ങളെ ഒക്കെ വിളിച്ചിരിക്കുന്നത് പ്രത്യേകമായ ഉദ്ദേശത്തോടു But കൂടിയാണ്. it's not what you are thinking, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലല്ല, it's what God is thinking. അത് ദൈവം ചിന്തിക്കുന്നത് പോലെയാണ്. Can we say yes to Lord? അതിനോട് ദൈവത്തോട് അതെ എന്ന് പറയുവാൻ കഴിയുമോ? Hallelujah. ആമേൻ, ഹല്ലേലൂയ. Number 2, രണ്ടാമതായി, walking with God, ദൈവത്തോടൊപ്പം നടക്കുന്നത്, that means moving in agreement with God. ആമേൻ, ദൈവത്തോട് അഗ്രിമെന്റിൽ നടക്കുക. Moving in agreement with ആമേൻ, God. ദൈവത്തോട് സമ്മതത്തിൽ അഗ്രിമെന്റിൽ നടക്കുക. We're saying, I go where you go. ആമേൻ, അങ്ങ് പോകുന്നിടത്തേക്ക് ഞാനും പോകുന്നു. I stop where you അങ്ങ് stop. നിൽക്കുന്നിടത്ത് ഞാനും നിൽക്കും. I say what you say. അങ്ങ് പറയുന്നത് ഞാനും പറയും. That should be the consent of a believer. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ Hey രീതി. church, can I get some good amen? എത്ര പേർക്ക് അതിനോട് ആമേൻ പറയുവാൻ Can you കഴിയും? agree with what God agrees? ആമേൻ, ദൈവം യോജിക്കുന്നതിനോടൊപ്പം നമുക്ക് യോജിക്കുവാൻ കഴിയുമോ? The 66 books are the word of God. ആമേൻ, ഈ 66 പുസ്തകങ്ങൾ This is ദൈവവചനമാണ്. the word of God. ഇത് ദൈവവചനമാണ്. Those who have this written form in Bible, in this book, can you lift that book? ആമേൻ, നിങ്ങളുടെ കരവേഷത്തിൽ ഇപ്രകാരം ഒരു ദൈവവചനമുണ്ടെങ്കിൽ
ഇല്ലെങ്കിൽ, ഇനി ബുക്കില്ലെങ്കിൽ, if you don't have book, at least lift your electronic Bible, that's fine. നിങ്ങളുടെ കരങ്ങളിൽ പുസ്തകമായി ഇല്ലെങ്കിൽ അത് ഏത് രൂപേണയാണോ അതൊന്ന് ഉയർത്തുവാൻ കഴിയുമോ? I don't condemn you, don't worry, I don't condemn you. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. Yeah, because I don't see like that, okay? ഞാൻ അപ്രകാരം So it's perfectly fine, but if you believe the word of God, പക്ഷേ നിങ്ങൾ ഈ ദൈവവചനത്തിൽ would you വിശ്വസിക്കുന്നുണ്ടെങ്കിൽ lift this Bible? അതൊന്ന് ഉയർത്തുവാൻ നിങ്ങൾക്ക് See with കഴിയുമോ? proud, ആമേൻ. ഒരു I ധൈര്യത്തോടെ, agree to everything that he agrees. ആമേൻ, ദൈവം യോജിക്കുന്നതിനോട് ധൈര്യമുണ്ടോ? ആമേൻ. Do you have the I boldness? agree to everything that Lord agrees. ആമേൻ. ദൈവം യോജിക്കുന്നതിനോട് സകലതോടും I ഞാനും യോജിക്കുന്നു. disagree with everything that Lord disagrees. യോജിക്കുന്നതിനോട് സകലതോടും ഞാനും Somebody need to say യോജിക്കുന്നു. amen. എത്ര പേർ ആമേൻ? Can I get some good amen? നല്ലൊരു ആമേൻ I love the word of God. ഞാൻ ദൈവവചനത്തെ This സ്നേഹിക്കുന്നു. is the word of ഇത് God. ദൈവവചനമാകുന്നു. It has life. ഇതിന് ജീവനുണ്ട്. It has life. ഇതിന് ജീവനുണ്ട്. It can rebuke every devil. ആമേൻ. എല്ലാ പൈശാചിക മണ്ഡലത്തെയും It can അകറ്റുവാൻ break കഴിയും. every chain. എല്ലാ ചങ്ങലകളെയും തകർക്കുവാൻ It കഴിയും. has power. ഇതിന് ശക്തിയുണ്ട്. It can break the rocks. ആമേൻ. സകല പാറകളെയും തകർക്കുവാൻ Tear കഴിയും. down the walls. ആമേൻ. മതിൽ കെട്ടുകളെ ഇടിക്കുവാൻ Bring കഴിയും. water out of stone. ആമേൻ. സകല കല്ലുകളും ഉരുട്ടി മാറ്റും. Bring things out of nothing as if it was there. ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ This വിളിച്ചു വരുത്താൻ can കഴിയും. do marvelous things for ഇതിന് you. വലിയവ ചെയ്യുവാൻ കഴിയും. This word of God is here. ആമേൻ. ഈ ദൈവവചനം ഇവിടുണ്ട്. This word of God is proclaimed. ഈ ദൈവവചനമാണ് This ഘോഷിക്കുന്നത്. word of God is for you. ഈ ദൈവവചനം This നിങ്ങൾക്കുള്ളതാണ്. word of God is for ഈ me. ദൈവവചനം എനിക്കുള്ളതാണ്. Against every power of devil, ആമേൻ. പിശാചിന്റെ സകല against ശക്തിയും, every principality, എല്ലാ അന്ധകാര I ശക്തിയോടും come in the name of Jesus യേശുവിൻ നാമത്തിൽ ഞാൻ by the പ്രഖ്യാപിക്കുന്നു. word of God. ആമേൻ. ഈ ദൈവവചനം ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Hallelujah. Can we just praise God? Come on, everybody. Would you just lift the name of Jesus? Come on, speak the word. Speak the word. Hallelujah. Hallelujah. More than your words, more than your opinion, God's opinion matters. ദൈവത്തിന്റെ രീതികളാണ്. It's not how I think, ഞാൻ ചിന്തിക്കുന്നത് പോലല്ല, it's how God thinks. ദൈവം ചിന്തിക്കുന്നത് പോലാണ്. It's not about whether I agree or disagree. ഞാൻ യോജിക്കുന്നു വിയോജിക്കുന്നതല്ല. It's about God. ആമേൻ. ദൈവം എന്താ How many തീരുമാനിക്കുന്നു? of you say, yes, I agree with what you agree? ആമേൻ. ദൈവം യോജിക്കുന്നതോട് ഞാനും യോജിക്കുന്നു Church, പറയുന്ന സഭയുണ്ട്. if I cannot bring you to that level ആമേൻ. today, ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ my കൊണ്ടുവരാൻ preaching is കഴിയുന്നില്ലെങ്കിൽ, worrying. ആമേൻ, ഞാൻ പ്രസംഗിക്കുന്നത് Can I വ്യർത്ഥമാകുന്നു. get some people ആമേൻ. here? ഇവിടെ എത്ര പേർക്ക് അത് Calvary പറയാൻ കഴിയും? Assembly. Calvary Assemblyയിൽ You know that we love God. ആമേൻ, നാം ദൈവത്തെ സ്നേഹിക്കുന്നു. We love God's word. ആമേൻ, നാം ദൈവവചനത്തെ How many of you സ്നേഹിക്കുന്നു. can say, എത്ര പേർക്ക് പറയുവാൻ കഴിയും? I walk with God ഞാൻ ദൈവത്തോടൊപ്പം നടക്കുന്നു. in divine direction? ആമേൻ. ആ ദൈവിക ദിശയിൽ. Second, I walk with God ആമേൻ. രണ്ടാമതായി ഞാൻ ദൈവത്തോട് in നടക്കുന്നു. agreement with God. ദൈവം യോജിക്കുന്നതിനോടൊപ്പം തന്നെ. Hallelujah. ആമേൻ. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Can we just praise God? അവൻ agree ചെയ്തത് agree ചെയ്താൽ Amen. To agree what he has ഒരു agreed. ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. There won't be any powers that will come to പിശാചിന്റെ your ഒരു tent. തന്ത്രവും ഫലിക്കത്തില്ല. No scheme of the devil will come അവൻ back. എന്തും വേണമെങ്കിൽ പണിഞ്ഞോട്ടെ. Let him plan anything. അവൻ എന്തും പണിഞ്ഞോട്ടെ. Let him build up anything. As long as ഈ വചനത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ, As long as you stay in the word of God. ഒരാഭിചാരം ഇസ്രായേലിനെ ഭരിക്കത്തില്ല. Oh, there won't be any witchcraft that comes ഒരു on അന്ധകാരവും Israel. വരത്തില്ലെന്നേ. No darkness will befall ഒന്ന് you. സ്തോത്രം ചെയ്യാൻ Can പറ്റുമോ? we just praise God? രാത്രി ഭയപ്പെടേണ്ട You ആവശ്യമില്ല. don't have to be scared at night. ഭ്രമിച്ചു നോക്കേണ്ട You ആവശ്യമില്ല. don't have to be perplexed. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന Oh, ദൈവം, there's a God that brings the impossible അത്ഭുതങ്ങൾ ചെയ്യുന്ന possible. ദൈവം The one who can do the ഇന്നും miracle. ജീവിക്കുന്നുണ്ട്. He is still alive. ഇന്നും He ജീവിക്കുന്നുണ്ട്. is still alive. ഒരുമിച്ച് കരങ്ങൾ തട്ടി ദൈവത്തെ Can we സ്തോത്രം just put our ചെയ്യാം. hands together and praise God? Activate your faith. Activate your നമ്മുടെ faith. വിശ്വാസത്തെ ഒന്ന് Activate your പ്രകടമാക്കുവാൻ faith. കഴിയുമോ? ഒന്ന് Activate പ്രകടമാക്കുവാൻ your കഴിയുമോ? faith. ഒന്ന് പ്രകടമാക്കുവാൻ കഴിയുമോ? ശബലാരികടകസ്യ. Amos 3:3 says, ആമോസ് 3:3 പറയുകയാണ്. Can two walk together except they be agreed? ആമേൻ. ഇരുവർ യോജിച്ചിട്ടല്ലാതെ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? You cannot walk with God. ആമേൻ. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തോടൊപ്പം നടക്കുവാൻ കഴിയില്ല. I agree few verses in the Bible. ആമേൻ. വചനത്തിലുള്ള ചില വാക്യങ്ങൾ എനിക്ക് ഓക്കേ, ഞാൻ അതിൽ യോജിക്കുന്നു. I don't see how you see, the rest of the verses. മറ്റുള്ള വാക്യങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എനിക്കറിയത്തില്ല. Whatever is comfortable to me, എനിക്ക് സുഖമായി തോന്നുന്നതല്ല I take it. അത് ഞാൻ ഏറ്റെടുക്കും. Whatever is like very hard, അവയെ പ്രയാസമുള്ള വാക്യങ്ങളൊക്കെ I don't see how you see that. അവൻ നിങ്ങൾ അത് കാണുന്ന പോലല്ല ഞാൻ I see in കാണുന്നത്. a different way. ഞാനൊരു വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. It's not about how I see and you see. അവൻ നാം കാണുന്നതോ നിങ്ങൾ കാണുന്നതോ അല്ല. It's not about I scream and you scream. അവൻ It's about how God sees. ദൈവം എപ്രകാരം അത് ദർശിക്കുന്നു അപ്രകാരമാണ്.
So what how God sees. ആമേൻ എപ്രകാരമാണോ ദൈവം അത് ദർശിക്കുന്നത്? Can you come to that point? ആമേൻ ആ ഒരു ലക്ഷ്യത്തേക്ക് നിങ്ങൾക്ക് എത്താൻ Show കഴിയുമോ? me what you see, Lord. ആമേൻ ദൈവമേ അങ്ങ് എന്താണ് ദർശിക്കുന്നത്? Even that cost my life. ആമേൻ അതെന്റെ ജീവൻ പോണമെങ്കിലും, Even that cost my desire. എന്റെ ആഗ്രഹങ്ങൾ മാറ്റണമെങ്കിലും I agree with everything that you say. അങ്ങ് യോജിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ആ കരങ്ങൾ If ഉയർത്തി. we have that boldness, can we just lift up our ധൈര്യമുണ്ടെങ്കിൽ hands? കരങ്ങൾ ഉയർത്തി. If we have that boldness, can ഒന്ന് we just ദൈവത്തോട് lift up our പറയാമോ hands? പറ്റുമോ? And can we tell to God, Give me a heart ദൈവമേ എനിക്ക് ആ ഹൃദയം Give me തരണമേ. a heart എനിക്ക് ആ ഒരു ഹൃദയം that തരണമേ. agrees with everything that it അങ്ങ് is. യോജിക്കുന്നതിനോടൊപ്പം എനിക്കും യോജിക്കുവാൻ. It's not about my perfection. ആമേൻ എന്റെ പെർഫെക്ഷൻ അല്ല. No, it's not about whether I am perfect or ഓ not. ഞാൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നല്ല. It's about my agreement with God. ആമേൻ എനിക്ക് ദൈവത്തോടുള്ള Can I യോജിപ്പിലാണ്. have some Calvarians here? ആമേൻ എത്ര കാൽവറിയൻസ് എന്ന് Would you lift your പറയാൻ hands and say that? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് I പറയുവാൻ agree with കഴിയുമോ? what God agrees. ദൈവം യോജിക്കുന്നതിന് ഞാനും I want യോജിക്കുന്നു. some youths here ആമേൻ ചില യുവജനങ്ങൾ who ഒന്ന് will say in പറയട്ടെ. your life, ആമേൻ നിങ്ങളുടെ ജീവിതം നോക്കി it's പറയാമോ? not about what culture talks. ആമേൻ എന്താ സംസ്കാരം പറയുന്നതല്ല. You know, there are so many churches around us. ആമേൻ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സഭകളുണ്ട്. Like so many churches. I know you are like Lakewood, Feel Good Church. I'm saying Feel Good Church, sorry. നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഒരുപാട് സഭകളുണ്ടല്ലോ. Feel good. നിങ്ങൾ I ഒരുപാട് go there, I'm so motivated, അവിടെ പോയാൽ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ so ലഭിക്കും. inspired. ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. You don't need a church that motivates you. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സഭയിലേക്കല്ല പോകേണ്ടത്. A church that tears you apart ആമേൻ നിങ്ങളെ and take you to the kingdom of God. നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന സഭയിലേക്കാണ് പോകേണ്ടത്. ആമേൻ. ഒരു ചർച്ചിൽ പോയ ഹൃദയം മുറിഞ്ഞിട്ട് ഹല്ലേലൂയ. കരഞ്ഞിട്ട് അനുതാപത്തോട് ദൈവസന്നിധി മടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ സഭയിൽ പോയിട്ട് നീ നരകത്തിലല്ലാതെ വേറെ എങ്ങും പോകയില്ല. After going to a church, if it doesn't tears you up and doesn't bring repentance and transforms and takes you to the kingdom of God, then there is no point in going to that church. The first preaching that happened in Acts of Apostles, അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന ആദ്യത്തെ പ്രസംഗത്തിൽ Peter stood up and preached. ആമേൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ Bible says വചനം ഇപ്രകാരം പറയുന്നു, their hearts were torn apart. അവരുടെ ഹൃദയം മുറുകുവാനിടയായി. Pentecostal preaching started with tearing up heart. ആമേൻ ഹൃദയ ദുർഖത്തിലാണ് പെന്തക്കോസ് സന്ദേശങ്ങൾ ആരംഭിച്ചത്. It should end with that. ആമേൻ അപ്രകാരം തന്നെ അത് അവസാനിക്കുകയും I'm ചെയ്യും. not saying sending you wounded, ആമേൻ നിങ്ങളെ മുറിവേറ്റവരായി മടക്കി വിടുവല്ല, but it also works to bind the wounds. പക്ഷെ നിങ്ങളുടെ മുറിവ് കെട്ടുവാനും ഇതിന് ആഗ്രഹമുണ്ട്. But how will I bind the wounds if I am not tearing you apart from the word of God? ആമേൻ നിങ്ങൾ ഈ വചനത്താൽ മുറിവേറ്റില്ലെങ്കിൽ എങ്ങനെ മുറിവ് കെട്ടുവാൻ കഴിയും? So, young people, അതുകൊണ്ട് യവനക്കാരോട് ഞാൻ പറയട്ടെ, I know there are so many feel good things. ആമേൻ ഒരുപാട് സുഖമായി തോന്നുന്ന പലതുമുണ്ട്. Too much processed food and too much sugar ആമേൻ will end up in taking insulins. ആമേൻ നിങ്ങൾ ഒരുപാട് ഷുഗർ ഒക്കെ കഴിച്ചാൽ നിങ്ങൾ ഇവന് ഇൻസുലിൻ എടുക്കേണ്ടി വരും. So it's always good to have a balanced diet. അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. Hey, come back. Are you with me? ആമേൻ നിങ്ങൾ എന്നോടൊപ്പമുണ്ടോ? Can two walk together unless they? ഇരുവർ യോജിച്ചിട്ടല്ലാതെ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ? Number 3, മൂന്നാമത്തെ വസ്തുത, walking means mutual trust. ആമേൻ പരസ്പരമുള്ള വിശ്വാസത്തിൽ ഒരു നടപ്പ്. Mutual trust. പരസ്പരമുള്ള വിശ്വാസം. I trust you, God. ആമേൻ ദൈവമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. God is saying, ദൈവം പറയുന്നു, Shibu, ആമേൻ ഷിബു, I trust you ആമേൻ ഞാൻ നിന്നിലും വിശ്വസിക്കുന്നു. when I give you this pulpit. ആമേൻ ഈ ഒരു പുൾപിറ്റ് ഞാൻ നിനക്ക് തരുമ്പോൾ, Take your name. ആമേൻ നിങ്ങളുടെ ഓരോരുത്തരെയും പേരെടുത്തോ. And God is saying, ആമേൻ എന്നിട്ട് ദൈവം പറയുകയാണ്, I trust you ആമേൻ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. in your family life. ആമേൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ. Wives, ആമേൻ ഭാര്യമാർ, God is looking on you, ദൈവം നിങ്ങളെ നോക്കുകയാണ്. saying, എന്നിട്ട് പറയുകയാണ്, I trust you ആമേൻ ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. to be trustworthy to your husband. നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ വിശ്വസ്തത Husbands, പുലർത്തും. ഭർത്താക്കന്മാർ looking onto you. നിങ്ങളെ നോക്കിക്കൊണ്ട് God is saying, ദൈവം പറയുകയാണ്, I gave you a wife. ആമേൻ ഞാൻ ഒരു ഭാര്യയെ നിങ്ങൾക്ക് I തന്നു. trust you നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. to be faithful. അവരോട് നിങ്ങൾ വിശ്വസ്തത Parents, പുലർത്തുവാൻ. മാതാപിതാക്കൾ, God is saying, I'm giving you kids. നിങ്ങൾക്ക് ഞാൻ കുഞ്ഞുങ്ങളെ തരികയാണ്. I am trusting you. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. It's not one-way traffic. അത് ഒരു ദിശയിലേക്ക് പോകുന്ന ട്രാഫിക് അല്ല, Both ways. അത് അങ്ങോട്ടും ഇങ്ങോട്ടും. Walking, we have to agree. ആമേൻ നടക്കണമെങ്കിൽ ഒരുമിച്ച് യോജിക്കണം. I should agree with Pastor Danny, and Pastor Danny should agree with me to do this ministry together. ആമേൻ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ നടക്കണമെങ്കിൽ ഞങ്ങൾ ഇരുവരും ഇതിൽ ഒന്ന് അഗ്രിമെന്റിൽ യോജിപ്പിൽ വരണം. Right? ആമേൻ Right? ആമേൻ നിങ്ങൾ ചിന്തിച്ചേ, ഈ പുള്ളി വേറെ ചിന്തിക്കുന്നു, ഞാൻ വേറെ ചിന്തിക്കുന്നു, ഈ സഭ എങ്ങനെ നടക്കും? ആമേൻ how this will happen if we both think different ways? Unity is very important. ആമേൻ ഐക്യത വളരെ പ്രാധാന്യമാണ്. Husband, wife. ഭാര്യ ഭർത്താവ്, Unless you are united together, നിങ്ങൾ ഒരുമിച്ച്
ഐക്യതയില്ലെങ്കിൽ you cannot run your family. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് നടത്താൻ Unity is കഴിയില്ല. very important. ഈ ഐക്യത വളരെ പ്രാധാന്യമാണ്. Mutual trust. ആമേൻ. പരസ്പരമുള്ള ആ ഒരു വിശ്വസ്തത. I am trusting when he walks. ആമേൻ. ഇതാ ഞാൻ നടക്കുമ്പോൾ നടക്കുമെന്നുള്ള ഒരു And വിശ്വാസത്തിൽ. he is walking to the highest, greater height. ആമേൻ. ഇതാ വളരെ ഉയർച്ചയിലേക്കാണ് നടക്കുന്നത്. He's taking me to a greater height. ആമേൻ. അതിനോടൊപ്പം എന്നെയും ആ ഉയർച്ചയിലേക്ക് എടുക്കുകയാണ്. And when I come to the greatest height, ഞാൻ ആ വലിയ ഉയർച്ചയിലെത്തുമ്പോൾ now this God is trusting me that I gave you this greatest height. Make sure you are responsible. ആമേൻ. ഈ ദൈവം നമ്മളെ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഉന്നതിയിലേക്ക് ഞാൻ എത്തിച്ചു, അതെന്റെ കൃപയാണ്, പക്ഷേ അവിടെ വിശ്വസ്തത പാലിക്കുക. And fourth thing in this is, ആമേൻ. ഇതിലുള്ള നാലാമത്തെ വസ്തുത we ഇതാണ്. are walking in his step. ആമേൻ. ദൈവത്തിന്റെ ചുവടുകളിലാണ് നടക്കുന്നത്. Amen. ആമേൻ. ഹല്ലേലൂയ. I just finished one. ആമേൻ. ഒരു കാര്യം ഞാൻ തീർന്നു. And that is Enoch walked with God. ഒന്നാമത്തെ എൻ്റെ ആശയം ഹാനോക്ക് ദൈവത്തോടൊപ്പം Second നടന്നു. is രണ്ടാമത്തെ ആശയം Enoch pleased God. ആമേൻ. ഈ ഹാനോക്ക് ദൈവത്തെ My പ്രസാദിപ്പിക്കുവാൻ time is running out. എൻ്റെ സമയം വേഗത്തിൽ ഓടിപ്പോകുന്നു. But I will say, I will just finish that. ആമേൻ. ഞാൻ അത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. Enoch pleased God. ആമേൻ. ഹാനോക്ക് ദൈവത്തെ Go to പ്രസാദിപ്പിച്ചു. Hebrews chapter 11 verse 5. ആമേൻ. ഹെബ്രായ ലേഖനം 11:5. Let's read together, everybody. Would you please? This will be easy for us. By faith, Enoch was taken away. So how he was taken away? Come on. Let's one more time. By faith. or by performance? ആമേൻ. പെർഫോമൻസ് മുഖാന്തരമാണോ? By good works? നല്ല പ്രവൃത്തി ചെയ്താണോ? Good works are there. നല്ല പ്രവൃത്തി ഉണ്ട്. Holy life is there. വിശുദ്ധ ജീവിതം ആവശ്യമാണ്. Righteous life is there. നീതിപ്പെട്ട But ജീവിതം none of ആവശ്യമാണ്. those things took him. പക്ഷേ അതൊന്നുമല്ല തന്നെ എടുത്തത്. What? Faith. ആമേൻ. വിശ്വാസമാണ്. And what was that? And he did not see. So Enoch did not see death. That's clear, right? Are you with me? On board? ഹാനോക്ക് മരണം കണ്ടില്ല. അത് Okay, നിങ്ങൾ what was വിശ്വസിക്കുന്നു? next? And was not found because God has taken him. The next verse, read together and loud. For before he was taken, he had this testimony that he pleased God. ആമേൻ. ഹല്ലേലൂയ. He pleased God. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു So എന്നൊരു സാക്ഷ്യമുണ്ടായിരുന്നു. Enoch walked with God, ഹാനോക്ക് ഇതാ ദൈവത്തോടൊപ്പം നടന്നു. and Enoch pleased ആ God. നടപ്പിനോടൊപ്പം തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ Praise God. ആമേൻ. So a family man can please God. ആമേൻ. ഒരു കുടുംബസ്ഥനായ വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ New കഴിയും. Testament church can please God. ഒരു പുതിയ നിയമ സഭയ്ക്ക് ദൈവത്തെ Can I get a good പ്രസാദിപ്പിക്കുവാൻ amen? കഴിയും. നല്ലൊരു ആമേൻ Can I get a കേൾക്കാമോ? good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? And what is that when you talk about pleasing? ആമേൻ. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? The simple thing is that when you please God, you are walking in complete agreement to obey Lord and to trust, being upright before the Lord. ആമേൻ. ദൈവത്തിന്റെ മുമ്പാകെ കുറ്റമറ്റ മനസ്സാക്ഷിയുമായും ദൈവത്തിന്റെ മുമ്പാകെ അനുസരണത്തോടുള്ള നടപ്പിൽ കൂടിയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. Be upright before God. ആമേൻ. ദൈവത്തിന്റെ മുമ്പാകെ upright See, ആയിരിക്കുക. God is not asking you performance, ആമേൻ. ദൈവം ഒരു പ്രകടനമല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. but you please God when you walk upright. ആമേൻ. ദൈവം മുമ്പാകെ വിശുദ്ധിയോടെ നടക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. Number 3, I will just give you bullet points. ആമേൻ. മൂന്നാമതായി വേഗത്തിൽ ഞാൻ പറയാം. You can develop this sermon. ആമേൻ. നിങ്ങൾക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കാം. Okay, because I want to finish this topic. ആമേൻ. ഈ ഒരു വിഷയം ഇന്ന് തീർക്കാൻ Number 3, ആവശ്യമുണ്ട്. what was that? Enoch was translated from this life by God. How he was translated? By മൂന്നാമതായി faith. വിശ്വാസത്താൽ തന്റെ ഈ ജീവിതത്തിൽ നിന്നും ഈ ഹാനോക്കിനെ ദൈവം And what എടുക്കുവാനിടയായി. is that? You have faith. ആമേൻ. എന്താണ് നിങ്ങൾക്ക് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ? Complete rest upon God. ആമേൻ. ദൈവത്തിലുള്ള പൂർണ്ണമായ ഏത് കൊടുങ്കാറ്റ് no വന്നാലും, matter in the midst of any storm, ഏത് തിരമാല no വന്നാലും, matter which wave hit, ആടി no ഉലഞ്ഞാലും, matter if you are tossed around, നല്ല ഉറപ്പ് എനിക്കുണ്ട്. I have a strong hope. അമരത്തിൽ എന്നോടൊപ്പം കർത്താവുണ്ട്. Oh, there is one in the boat along with me. കൊടുങ്കാറ്റ് വരട്ടെ, Let the storm come up. എല്ലാ വേവ്സും Let വരട്ടെ, every waves come against me. lightnings and thunders Let വരട്ടെ, all the lightning and thunder strike. ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ട് ഷേക്ക് ആകട്ടെ, Amen. Let even the ground shake ഞാൻ that is beneath നിൽക്കുന്ന me. നിൽപ്പ് പോലും മാറിപ്പോകട്ടെ, Let even my footholding ഞാൻ move. നിൽക്കുന്ന അടിസ്ഥാനം
തകർന്നാലും കീറി മുറിഞ്ഞാലും even if the foundation tear എന്റെ apart, ദൈവം എന്നോടൊപ്പമുണ്ട്. but the God that is there, that is there ചിലരുടെ with me. ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. Amen. By the Holy Spirit, let me tell നിന്നെ this. വിളിച്ചവൻ I'm the one who has called അവൻ you. വിശ്വസ്തനാ. He is a faithful വിളിച്ച് God. ഇറക്കിയിട്ടുണ്ടെങ്കിൽ If he has called you out, വഴിയിൽ കിടത്തി കൊണ്ടുപോകത്തില്ല അവൻ. he will not leave you വഴി abandoned. തകരുവാൻ അവൻ He will അനുവദിക്കത്തില്ല. not allow you to be destroyed അക്കരെ halfway. കൊണ്ടുപോകാമെന്ന് The പറഞ്ഞിട്ടുണ്ടെങ്കിൽ, one who has promised to take you on the ചിലതൊക്കെ other shore. കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, If God has promised to show you ചിലതൊക്കെ something, നീ കാണുമെന്ന് ദൈവം if പറഞ്ഞിട്ടുണ്ടെങ്കിൽ, God has told that you would see certain ചിലരെ things, നോക്കി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, and looking into certain God ചില says like this. നന്മകൾ നീ കാണുമെന്ന് ദൈവം If പറഞ്ഞിട്ടുണ്ടെങ്കിൽ, God has said that you would see certain ചില blessings, വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if God has said that certain promises will be എത്ര fulfilled, ആഴിയും ഓഴിയും വന്നാലും, no matter how much depth and എത്ര valley comes, ഉയർച്ചകളും താഴ്ചകളും no matter വന്നാലും, how high and high അവൻ tides come, അക്കരെ വരെ കൊണ്ടുപോകാൻ ശക്തനായ He is ദൈവമാണ്. a faithful God to take you to the other വിശ്വസിക്കുന്ന shore. ദൈവത്തെ സ്തോത്രം And ചെയ്യാമോ? if you believe in ഒരു Him, can you വാഗ്ദത്തങ്ങൾ just praise പിടിച്ചു പറയാൻ Him? പറ്റുമോ? Can we just declare the promise? വാഗ്ദത്തങ്ങൾ പിടിച്ചു പറയാൻ പറ്റുമോ? Can we just hold on to the എന്നെ promise and നടത്തുവാൻ declare it? ശക്തനത്രേ. He is strong enough to help ഞാൻ me walk. വീഴുകയില്ല. I will not be ഞാൻ fallen. പതറുകയില്ല. I will not be disheartened. കാക്കുന്നവൻ മയങ്ങുന്നില്ല. The one who keeps me in അവൻ the എന്നോട് streets, കൂടെയുണ്ട്. He is still with me. അടിസ്ഥാനം No ഇളകിപ്പോയാലും matter the foundation അവൻ break. എന്നോട് കൂടെയുണ്ട്. Amen. He is there with me. Somebody need to give a big hand to the Lord. എത്ര പേർക്ക് കരങ്ങളെ Trusting. ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് Trusting. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് Believe that He will reward you. ആമേൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. I don't know if you saw the last one or not. ആമേൻ നിങ്ങൾ അവസാനത്തമായി കണ്ടതോ There is a ഇല്ലയോ? fourth thing that Enoch did. ആമേൻ ഹാനോക്ക് ചെയ്ത നാലാമത്തെ With that we will വസ്തുതയുണ്ട്. close. അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. And that is Enoch prophesied. ആമേൻ ഹാനോക്ക് പ്രവചിക്കുവാനിടയായി. Walking with God, ദൈവത്തോടൊപ്പം നടന്നു. pleasing with God, Amen. pleasing God, ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. translated by faith, ആമേൻ വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. prophesied. ഇതാ നാലാമതായി Jude പ്രവചിച്ചു. 14. ആമേൻ യൂദ Let's പതിനാലാമത്തെ read വാക്യം. loud. ഉറക്കെ നമുക്ക് വായിക്കാം. Come on. And Enoch, the seventh from Adam, prophesied about these men also, saying, Behold, the Lord comes with 10,000s of his saints. Do you think this was an Old Testament prophecy? ഇതൊരു പഴയ നിയമ പ്രവചനമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? This is a New Testament prophecy. ഇതൊരു പുതിയ നിയമ A പ്രവചനമാണ്. man in Old Testament could see the New Testament. ആമേൻ പഴയ നിയമത്തിലുള്ള ഒരു വ്യക്തിക്ക് പുതിയ നിയമം കാണുവാനിടയായി. Enoch didn't prophesy about Jerusalem temple. ആമേൻ യെരൂശലേമിലെ ദേവാലയത്തെക്കുറിച്ച് പ്രവചിച്ചില്ല. He didn't prophesy about anything that is happening in Old Testament. ആമേൻ പഴയ നിയമത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒന്നും പ്രവചിച്ചില്ല. Someone who walked with God, ദൈവത്തോടൊപ്പം നടന്ന ഒരു വ്യക്തി, his concentration is not on the events. ആമേൻ അവിടെ നടക്കുന്ന സംഭവങ്ങളിലല്ല തന്റെ ദൃഷ്ടി. His concentration is not on people. ആമേൻ ചുറ്റുമുള്ള ജനത്തിലല്ല തന്റെ ശ്രദ്ധ. His concentration is not talking about people. ആമേൻ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതിലല്ല തന്റെ ശ്രദ്ധ. His concentration is about the coming of the Lord. ആമേൻ ദൈവത്തിന്റെ വരവിനെ കുറിച്ചുള്ള അതിലാണ് ശ്രദ്ധ. അവനോടൊപ്പം നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ if there is anyone who is walking അവർക്ക് with him, 5 മിനിറ്റ് കിട്ടുമ്പോൾ ആമേൻ when you get 5 minutes, കുശുമ്പും കുന്നായ്മയും അല്ല പറയുന്നത്. rather than gossiping around, 5 മിനിറ്റ് കിട്ടുമ്പോൾ when you- മറ്റുള്ളവരുടെ കാര്യമല്ല I mean, പറയുന്നത്. not to speak about somebody else when you receive 5 5 മിനിറ്റ് minutes. കിട്ടുമ്പോൾ അവിടുത്തെ ഇവിടുത്തെ കാര്യമല്ല Not to പറയുന്നത്. speak about things that you hear and say. അവനോടൊപ്പം നടക്കുന്നവൻ ഒറ്റ I കാര്യമേ mean, ഉള്ളൂ. when you walk with him, there is only one thing. രാജാധിരാജൻ വരുന്നു, Oh, the King of Kings is coming. കാഹളം ധ്വനിക്കുന്നു, Oh, there will be the trumpet sound. ദൂതസംഘം ഇറങ്ങി വരുന്നു, Oh, the entire army of angels are coming. ദൂതസംഘം ഇറങ്ങി വരുന്നു. The heavenly host is coming down. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise him together? അതാ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. That is the goal of a believer. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ വിശ്വസിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? If there is a believers that believe in അങ്ങനെ that, വിശ്വസിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? if you believe in that, ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ can we പറ്റുമോ? just praise him? Walking Hallelujah. with God, ദൈവത്തോടൊപ്പം നടക്കുക, pleasing God, ദൈവത്തെ being പ്രസാദിപ്പിക്കുക, translated and transformed by അവൻ God, ദൈവത്താൽ അനുരൂപരാകുക, prophesying in the name of Jesus. യേശുവിൻ നാമത്തിൽ പ്രവചിക്കുക. Can I get some Calvarians here ആമേൻ ഇവിടെ ചില കാൽവറിയൻസിനെ ഒന്ന് who കാണാൻ will കഴിയുമോ? start a new journey with ആമേൻ me? ദൈവത്തോടൊപ്പം ഒരു പുതിയ യാത്ര A ആരംഭിക്കുന്നവർ, new journey, ഒരു പുതിയ യാത്ര, a new beginning. ഒരു പുതിയ ആരംഭം. Can I get somebody here? എത്ര പേര് അങ്ങനെ ഉണ്ട്? A new journey to walk together. ആമേൻ ഒരുമിച്ച് നടക്കുവാൻ ഒരു A പുതിയ new യാത്ര, journey to please God. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു A യാത്ര, new journey to be transformed by God. ആമേൻ ദൈവത്താൽ എടുക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു പുതിയ A യാത്ര, new journey to speak
prophecies of God to the people. ആമേൻ ജനത്തോട് പ്രവചിക്കുവാൻ ദൈവിക പ്രവചനം ചില പറയുവാൻ രോഗികളെ കണ്ട് പ്രിയപ്പെട്ട. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാം. To look at certain sick and command the healing of God. Yes, God wants you to prophesy that. ആമേൻ അത് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to prophesy ആമേൻ ദൈവത്തിന് പ്രവചിക്കുവാൻ healing, ആഗ്രഹിക്കുന്നു. ആമേൻ സൗഖ്യം, peace, സമാധാനം, coming of the Lord, ആമേൻ ദൈവിക വരവ്, salvation. രക്ഷ. Can I get somebody here? എത്ര പേർക്ക് പറയുവാൻ കഴിയും? How many of you would dedicate yourself? എത്ര പേർക്ക് ആ തീരുമാനത്തിലേക്ക് Would you വരുവാൻ lift your hands? ആ കരങ്ങളൊന്ന് Would ഉയർന്നിരിക്കട്ടെ. you rise where you are? ഇരിക്കുന്ന ഇടപെടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുമോ? Rededicating yourself നമ്മളെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി for ഒന്ന് a new walk ക്രമീകരിച്ചുകൊണ്ട് with God. ദൈവത്തോടൊപ്പമുള്ള ഒരു പുതിയ For a new നടപ്പ്. walk with God. ദൈവത്തോടൊപ്പമുള്ള ഒരു പുതിയ നടപ്പ്. For a new walk with God. ദൈവത്തോടൊപ്പമുള്ള ഒരു പുതിയ Come on, would നടപ്പിനായി you lift your hands? ആ കരങ്ങളെ ഒന്ന് ഉയർത്താൻ You കഴിയുമോ? need a clear dedication now. അവൻ ഇന്ന് ഒരു സമർപ്പണം ആവശ്യമാണ്. ഇതിനെ വെറും ഒരു പ്രഹസനമാക്കി മാറ്റിട്ട് പോകല്ലേ. Amen. Don't just make this into a performance. This should be your from your depth of your heart. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വേണം. Along with me, എന്നോടൊപ്പം ചേർന്ന് lift both your hands. ആ ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് Say that, ഉയർത്തുക. Lord, ദൈവത്തോട് പറയുവാൻ I've decided to walk with you, ആമേൻ അങ്ങയോടൊപ്പം നടക്കുവാൻ ഞാൻ to please തീരുമാനിക്കുന്നു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ, to be transformed, അങ്ങയാൽ എടുക്കപ്പെടുവാൻ, to prophesy. അങ്ങയ്ക്ക് വേണ്ടി പ്രവചിക്കുവാൻ.